നമസ്കാരം. നിങ്ങളുടെ വീട്ടിലെ കറണ്ടിന്റെ അളവ് കൂടാതെ തന്നെ നിങ്ങളുടെ കറണ്ട് ബില്ല് കുത്തനെ കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം ആൾക്കാരും KSEBയും മീറ്ററിനെയും കുറ്റപ്പെടുത്തും. എന്നാൽ KSEBയ്ക്കും മീറ്ററിനും യാതൊരു തകരാറില്ലെങ്കിലും നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു പ്രധാന വില്ലൻ നിങ്ങളുടെ വീട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് നിങ്ങളുടെ വീട്ടിലെ ആ പഴയ വയറിങ്. പഴയ വയറിങ്ങുകൾ കൊണ്ട് കറണ്ട് ലീക്ക് ആവുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ മീറ്റർ വേഗത്തിൽ കറങ്ങുന്നതും അതുവഴി കറണ്ട് ബില്ല് കൂടുന്നതും. കേരളത്തിലെ പല വീടുകൾക്കും കടകൾക്കും ഈ അടുത്ത കാലത്തായി ഷോർട്ട് സർക്യൂട്ട് വഴി തീ പിടിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകുന്നത്? ഇത് നമുക്ക് എങ്ങനെ പരിശോധിക്കാം? അതുപോലെ തന്നെ വീടുകൾ ചെയ്യുന്ന വയറിങ്ങിന്റെ കാലാവധി എത്രയാണ് എന്നിവയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ വീട്ടിലെ വയറിങ്ങുകൾക്ക് ഒരു കാലാവധിയുണ്ട്. അതായത് നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വയറുകളുടെയും പൈപ്പുകൾക്കും ഏകദേശം 15 മുതൽ 20 വർഷം വരെയുള്ള കാലാവധിയേ ഉള്ളൂ. 20 വർഷത്തിന് മുകളിൽ നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിന് പഴക്കമുണ്ടെങ്കിൽ അത് മാറേണ്ട സമയം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് മാറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 15 കൊല്ലത്തോളമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ കറണ്ട് ഈ വയറിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതില് ഈ പുറത്തുണ്ടാകുന്ന ഇൻസുലേഷൻ അല്ലെങ്കിൽ PVC കോട്ടിംഗ് ഉണ്ട് വയറിങ്ങുകളുടെ, ഇതിന് പൊട്ടലുണ്ടാവുകയും അതുപോലെ തന്നെ ഇത് ചൂടായി ഇത് ഉരുകുകയും ഒക്കെ ചെയ്തേക്കാം. അതുവഴി കറണ്ട് ലീക്ക് ആവും. നമ്മളിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മുടെ വീട്ടിലെ പ്ലംബിംഗ് പൈപ്പുകൾ ഇതിലെവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ വെള്ളം പുറത്തേക്ക് ലീക്ക് ആവുന്നത് കാണാം. ഇങ്ങനെ ഇൻസുലേഷൻ കേടായിട്ടുള്ള അല്ലെ ഇൻസുലേഷൻ ഡാമേജ് സംഭവിച്ച വയർ വഴി ഭിത്തിയിലേക്കോ അല്ലെ ഭൂമിയിലേക്കോ കറണ്ട് ലീക്കായി പോകുന്നു. ഇതുവഴി നിങ്ങളുടെ മീറ്റർ കറങ്ങുകയും അതുവഴി നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലെ ഒരു വസ്തുക്കളും അല്ലെങ്കിൽ ഫാന്, ബൾബുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ ഓഫ് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുന്നതിന്റെ കാരണം ഇതുകൊണ്ടാണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മളുടെ വീടുകളിലെ എല്ലാ ലൈറ്റുകളും സ്വിച്ചുകളും അതുപോലെ തന്നെ പ്ലഗ് പോയിന്റിൽ കുത്തിയിട്ടിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നിങ്ങൾ ഊരിയിട്ട് എല്ലാം ഓഫ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ മീറ്ററിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക, മീറ്ററിൽ റീഡിങ് കാണിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിങ്ങിൽ എവിടെയെങ്കിലും ലീക്കേജ് സംഭവിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് എവിടെയോ ലീക്കായി പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വയറിങ്ങിന് കുഴപ്പമില്ല എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ മീറ്ററെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വീട്ടിലെ ഒരു മീറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സാധാരണ മീറ്ററാണ്, ഇപ്പോഴത്തെ പുതിയ ഡിജിറ്റൽ മീറ്റർ അല്ല. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എളുപ്പം ഈ ഒരു ഡിജിറ്റൽ മീറ്റർ, പുതിയ മോഡല് ഡിജിറ്റൽ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ അതിന്റെ റീഡിങ് കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിലെ എല്ലാ സ്വിച്ചുകളും അല്ലെ പ്ലഗ് പോയിന്റുകളിൽ നിന്നുള്ള എല്ലാം ഊരിയിട്ട് കഴിഞ്ഞ് നിങ്ങളെല്ലാം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഇത് റീഡിങ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് കറണ്ട് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല ഇതുപോലത്തെ മീറ്ററാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഒരു ബൾബുണ്ട്. ഇതില് 4 LED ബൾബുകളുണ്ട്. ഇതിന്റെ ലാസ്റ്റ് അടിയിൽ ഒരു ബൾബുണ്ട്. ഈ ഒരു ബൾബ് കറണ്ട് നമ്മൾ ലൈറ്റ് ഒക്കെ ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ബ്ലിങ്ക് ചെയ്യാത്ത വശമാണെന്നുണ്ടെങ്കിൽ കറണ്ട് എടുക്കുന്നില്ലെന്നുള്ളതാണ്. ഇതിപ്പോ ഇതിന്റെ അകത്ത് ഒരു ഫാനോ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വീടുകളിൽ വലിക്കുന്ന സർവീസ് വയറുകൾ, ഇതുപോലത്തെ സർവീസ് വയറുകൾ, ഇത് പല ഗേജിലുള്ള വയറുകളുണ്ട്. ഇത് ഓരോ വീട്ടിലും വയറിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ രീതിയിലാണ് സർവീസ് വയർ വലിക്കേണ്ടത്. ഇത് നമ്മൾ സാധാരണ വയറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് സർവീസ് വയർ എക്സ്ട്രാ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചു കൊടുക്കാമെങ്കിൽ KSEB അത് മാറിത്തരുന്നതാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് വീടുകൾക്കും അതുപോലെ തന്നെ കടകൾക്കും ഒക്കെ തീപിടുത്തമുണ്ടാകുന്നത്, ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് കാലപ്പഴക്കം ചെന്ന വയറിംഗ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ വീട് പണിയുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു വയറിംഗ് ഉണ്ട്. അന്ന് നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വയറിംഗ് ചെയ്യുന്നത്. പിന്നീട് നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ കൂടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കണക്ട് ചെയ്ത് വയറിങ്ങുകൾ ചെയ്യും.
അതായത് പവർ പ്ലഗിൽ നിന്ന് മറ്റൊരു പവർ പ്ലഗ് വലിച്ചെടുക്കുന്നു. ഇങ്ങനെ അമിതമായിട്ട് വയർ വഴി ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചൂടാവുന്നത് കൊണ്ടൊക്കെയാണ് ഈ ഇലക്ട്രിസിറ്റിക്ക് ഡാമേജ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ വയറുകളിൽ നിന്ന് ഡാമേജ് സംഭവിച്ച് ഭിത്തികളിലേക്ക് ഈ ഒരു കറണ്ട് ലീക്ക് ആകുന്നത്. തുടർന്നാണ് കറണ്ട് ബില്ല് കൂടുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ വീടുകളിലെ പവർ പ്ലഗുകളുടെ എണ്ണമൊക്കെ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് DV ബോർഡിലും അതുപോലെ തന്നെ മീറ്ററിലും സർവീസ് വയറിൽ വരെ മാറ്റം വരുത്തണം. സർവീസ് വയറിന്റെ ഗേജ് കൂടുതൽ വലിക്കേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ടുകൾ കൂടുന്നത്. അതുപോലെ തന്നെ പഴക്കം ചെന്ന വയറിങ്ങുകൾ, ഒത്തിരിയും പഴക്കം ചെന്ന വീടുകളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിലൊക്കെ വയറിങ്ങുകളൊക്കെ ഇതുവരെ മാറ്റിയിട്ടില്ല ആരും. അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. അതുപോലെ തന്നെയാണ് ഗുണനിലവാരം കുറഞ്ഞ സ്വിച്ചുകളും വയറുകളും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീടുകളൊക്കെ പണിയുമ്പോൾ ലാഭം നോക്കി ഓരോരുത്തർ വയറിംഗ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും പലയിടത്തു നിന്നായിട്ട്, വില കുറഞ്ഞ രീതിയിലുള്ള. ഇപ്പോൾ സ്വിച്ചുകൾക്കും വയറുകൾക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് ലാഭം നോക്കി ഓരോരുത്തർ വാങ്ങും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും നമ്മളുടെ വീട്ടിലെ വയറിങ്ങുകൾക്ക് ഡാമേജ് ഉണ്ടായി ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാക്കാം. നിങ്ങളുടെ വീടുകൾ പണിയുമ്പോഴും അല്ലെ വീട്ടിലെ വയറിംഗ് സാധനങ്ങൾ റീവയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ISI മുദ്രയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്വിച്ചുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു 10 വർഷം ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ വയറുകൾക്കുമൊക്കെ 15 കൊല്ലത്തോളം അവർ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അവ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നാൾ കുഴപ്പമില്ലാതെ ഡാമേജ് ഇല്ലാതെ കിടക്കും. ലാഭം നോക്കി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗുണനിലവാരമുള്ള സാധനങ്ങൾ വീടുകൾ പണിയുമ്പോഴും വീട്ടിൽ വയറിംഗ് സാധനങ്ങൾ മാറുമ്പോഴും ഒക്കെ നിങ്ങൾ മേടിച്ചിടുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ELCBയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ELCBയിലെ ഈ ഒരു ടെസ്റ്റിംഗ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകളിലെ ELCB നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുള്ളത്. ഇത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇത് ബ്രേക്ക് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ സഹായത്തോടെ നിങ്ങളിത് നോക്കണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ കാണുക. ELCB ഇത് നമ്മളുടെ വീടുകളിൽ നിർബന്ധമായും വെക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഷോക്കേറ്റ ആളുടെ ശരീരത്തിലേക്ക് അല്ലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കറണ്ട് എത്തി ജീവൻ അപകടത്തിലാകുന്നതിന് തൊട്ട് മുമ്പ് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ELCB. ഇതുകൊണ്ടാണ് ഇതിനെ ജീവൻ രക്ഷാ ഉപകരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്തോളം കാലം നിങ്ങൾക്ക് നല്ലൊരു സുരക്ഷിതമാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകതകൾ കൊണ്ട് ഇത് 30 മില്ലിയാമ്പിയറിലുള്ളതായിരിക്കണം നിങ്ങളുടെ വീടുകളിൽ വെക്കേണ്ടത്. അതായത് നമ്മളെ സാധാരണ വീടുകളിൽ വെക്കേണ്ട ഇതിന്റെ ആംബിയറാണ്. അതായത് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന കറണ്ടാണ് നമ്മൾ ഈ ഒരു 30 മില്ലിയാമ്പിയർ എന്ന് പറയുന്നത്. അത് ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. അതായത് നമ്മുടെ വീട്ടിലെ കറണ്ട് 30 മില്ലിയാമ്പിയറിൽ എത്തുമ്പോൾ ശ്വാസകോശത്തിലെ പേശികൾ വലിയാനും ശ്വാസം മുട്ടൽ ഉണ്ടാകാനും തുടങ്ങും. മനുഷ്യന് മരണം സംഭവിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം പവറാണ് അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന് നമ്മൾക്ക് മരണം സംഭവിക്കാതെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു ആംബിയറാണ് 30 മില്ലിയാമ്പിയർ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അപകടങ്ങൾ ഉണ്ടാവാനും അത് വരാതിരിക്കാനും നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരിക്കലും നമ്മളുടെ ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും. നമ്മൾക്ക് പണമുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നീട് മാറി വെക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ കടകളൊക്കെ കത്തിപ്പോയപ്പോൾ കണ്ടില്ലേ, ലക്ഷങ്ങളും കോടികളുമാണ് കത്തി നശിച്ചു പോകുന്നത്. ചെറിയ അശ്രദ്ധ കൊണ്ടാണ് ഇത്തരം വലിയ അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലെ ഈ ഒരു ELCB ഒക്കെ നിങ്ങൾ ഡാമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറി വെക്കുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വയറിങ്ങുകൾക്കുണ്ടാകുന്ന ഡാമേജുകൾ, അതുപോലെ തന്നെ ചുമ്മാ അനാവശ്യമായിട്ട് വയറുകൾ വലിച്ച് പ്ലഗ് പോയിന്റുകൾ എടുക്കുന്നത്, ഇതൊക്കെ നിങ്ങളെ അപകടം ശരിക്കും വിളിച്ചു വരുത്തുകയാണ്. ഓരോന്നിനും ഓരോ ശേഷിയുണ്ട്. അതായത് നിങ്ങളുടെ പോസ്റ്റിൽ നിന്ന്, ഇലക്ട്രിക്കൽ പോസ്റ്റിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട സർവീസ് വയറിന് വരെ ഓരോ ഗേജുകളുണ്ട്. ഈ ഗേജിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കണക്ഷനും കൊടുക്കുന്നത്. നിയമങ്ങൾ പാലിക്കാതെ നമ്മൾ ചുമ്മാ അനാവശ്യമായിട്ട് വയറിങ്ങുകൾ ചെയ്ത്
അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളുടെ വീടിന് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ നിയമങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക പോലും നിങ്ങൾക്ക് ലഭ്യമല്ലാതെ വരും. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.